ഇപ്പൊ ഈ കമ്പ്യൂട്ടർ നിനക്ക് ഒരു പുതിയതായിട്ട് നീ സ്വന്തം അസംബിൾ ചെയ്തു എന്ന് പറഞ്ഞു, അതെങ്ങനെയാ, അതെന്തിനായിരുന്നു അങ്ങനെ ചെയ്തത്? എന്താ? ഞാൻ അസംബിൾ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്ത് പറഞ്ഞാൽ എനിക്ക് വേണ്ട സാധനം ഞാൻ നോക്കി വെച്ച് ഷോപ്പ് പോയി പറഞ്ഞാണ്. നമ്മൾ ഉണ്ടാക്കുമ്പോൾ കൂടെ നമുക്ക് ഓല് പറഞ്ഞു തരും. പാർട്സൊക്കെ ഞാൻ പിക്ക് ചെയ്തു. ഓല് പിന്നെ സ്ക്രൂ ഒക്കെ ഇട്ട്, ഓല് എഞ്ചിനീയറാണ്, പണിയുള്ള സംഭവമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പൊട്ടിക്കേണ്ട ചാടി എന്നാണ്. മോനോട് അവർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫണ്ട് അനുവദിച്ചപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ്റെ ഒളിമ്പ്യാഡ് അറ്റൻഡ് ചെയ്യാൻ. അതിന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടാണ് അവർ ബാക്കി കൊടുത്തത്. പിന്നെന്താ വെച്ചാൽ പിന്നെ മോന് ബുക്സ് ഏകദേശം 1 lakhൻ്റെ അടുത്തുള്ള ഫിസിക്സിൻ്റെ ബുക്സ് വാങ്ങിയിട്ടുണ്ട്. അതും പിന്നെ ഒളിമ്പ്യാഡിനും കൂടിയുള്ള ബുക്സാണ്. അത് നമുക്കൊന്നും മനസ്സിലാവുകയും കൂടി ഇല്ല അതൊന്നും കണ്ടാൽ എന്താ സംഭവം എന്ന്. പിന്നെ നമ്മൾ മോനെ പിന്നെ സിജി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിജിന്ന് അവർ പറഞ്ഞത് സിജിക്കൊരു മുതൽക്കൂട്ടാണ് എന്നാണ്. പിന്നെ അവരവരുടേതായ ഒരു ടെസ്റ്റ് നടത്തി. അപ്പോൾ ടെസ്റ്റിലൊക്കെ ഫിസിക്സിലൊക്കെ ഹൈ മാർക്കാണ് മോന് വന്നത്. അഷ്റഫ് സാർ എന്നോട് പറഞ്ഞത് ഇവൻ ഭയങ്കര വലിയൊരു നിലയിലെത്തുമെന്നാണ്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു. കാരണം ഞാൻ ആ മോനെ 1st, 2nd, 3rd പ്ലസൻറ്റിലാണ് പഠിച്ചത്. പ്ലസൻറ്റിൽ നിന്ന് സ്പെഷ്യൽ എഡ്യൂക്കേറ്ററെ വെച്ചിട്ട് മലയാളം, ഹിന്ദി, മാത്സ് ആ 3 സബ്ജക്റ്റും മോനെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യിപ്പിച്ചത്. അത് ഏറ്റവും ബാക്കുള്ള കുട്ടികളാണ് അവർ സെലക്ട് ചെയ്യുക പ്ലസൻറ്റിൽ സ്കൂളിൽ. അപ്പോൾ അങ്ങനത്തെ ഇവന് ഫിസിക്സിൻ്റെ മാത്സ് കൈകാര്യം ചെയ്യുന്നുണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമാണോ സന്തോഷമാണോ വരുന്നതെന്ന് എനിക്ക് അറിയാം. മോനെ ഗ്രാൻഡ് കിട്ടിയിട്ട് ആ ക്യാഷ് കൊണ്ട് മോൻ വാങ്ങിയതാണ്. ഏകദേശം 3,58,000 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ മോൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ മോൻ എന്താണ് ആവശ്യം എന്നുള്ളത് പറഞ്ഞു കൊടുത്ത് ബിൽഡ് ചെയ്യിപ്പിച്ച സാധനമാണിത്. മാട്രിക്സ് വേൾഡ് കാലിക്കറ്റ്. അങ്ങനെ ഞാൻ അവരെ വിളിച്ചു. ഇത്രയും പ്രായം കുറഞ്ഞൊരു കുട്ടി വന്നിട്ട് ഇത്ര വലിയൊരു എമൗണ്ടിന് ഒരു കമ്പ്യൂട്ടർ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ പേരൻസായ ഞങ്ങളോട് ആരോടെങ്കിലും ചോദിക്കണ്ടേ? നിങ്ങൾക്ക് എന്താ വെച്ചാൽ ക്യാഷ് കിട്ടുമെന്ന് വരെ ഒരുറപ്പുമില്ല. കാരണം ചെറിയ കുട്ടിയാണല്ലേ പോയിട്ട് ചെയ്യുന്നത്. ഒരു കുട്ടി വരുമ്പോൾ അതിൻ്റേതായ ഒരു ഇത് നിങ്ങൾ കൊടുക്കണ്ടേന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് ആ കുട്ടി എന്ന് പറഞ്ഞാൽ അവന് എല്ലാ ഐഡിയ ഉള്ളൊരു കുട്ടിയാണ്. അവൻ്റെ സംസാരത്തിന് ഞങ്ങൾക്ക് മനസ്സിലായി ഇതെന്താ വെച്ചാൽ ഇതൊരു കള്ളത്രമല്ല, അവന് ആവശ്യമായ സാധനമാണ് പറഞ്ഞത്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു എന്നാണ്. അയാളൊരു എഞ്ചിനീയറാണ്. അവരെന്നെ അത്ഭുതപ്പെട്ടു ഇവന് ആവശ്യമുള്ള സാധനങ്ങൾ പറഞ്ഞു കൊടുത്തപ്പം. ഇവൻ ഓർഡർ ചെയ്തൊരു സാധനം ഏകദേശം 1.5 ലക്ഷം രൂപേൻ്റെ ഒരു സംഭവമുണ്ട്. അത് ഇവനാണല്ലോ ഫസ്റ്റ് മാട്രിക്സ് വേൾഡ് പറഞ്ഞു കൊടുത്തത്. ഇവൻ പറഞ്ഞതിൻ്റെ ശേഷം അവർക്ക് 3-4 ഓർഡർ വേറെ കിട്ടിയെന്ന് പറഞ്ഞു.